വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഏലീഷ രോഗഗ്രസ്തനായി മരണത്തോടടുത്തു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അവനെ കാണാൻ വന്നപ്പോൾ അവനോട് ഏലീഷ പറഞ്ഞതനുസരിച്ച് അവൻ അമ്പും വില്ലും എടുത്ത് കിഴക്കോട്ടുള്ള കിളിവാതിൽ തുറന്ന് അവൻ അമ്പെയ്തു. അപ്പോൾ ഏലീഷ പറഞ്ഞു, കർത്താവിൻ്റെ വിജയാസ്ത്രം, സിറിയക്കെതിരായുള്ള വിജയാസ്ത്രം. അഫേക്കിൽ വെച്ച് സിറിയയുമായി യുദ്ധം ചെയ്ത് നീ അവരെ നശിപ്പിക്കും. ഏലീഷ തുടർന്ന് പറഞ്ഞതനുസരിച്ച് അവൻ അമ്പുകൾ നിലത്തടിച്ചു. അവൻ 3 പ്രാവശ്യം അടിച്ചു നിർത്തി. ഏലീഷ കുപിതനായി പറഞ്ഞു, നീ 5 or 6 പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ സിറിയയെ നീ നിശേഷം നശിപ്പിക്കുമായിരുന്നു. ഇനി 3 പ്രാവശ്യമേ നീ സിറിയയെ തോൽപ്പിക്കുകയുള്ളൂ. പിന്നീട് ഏലീഷ മരിച്ചു. അവർ അവനെ സംസ്കരിച്ചു. വസന്തകാലത്ത് മോവാബ്യർ കൂട്ടമായി വന്ന് ദേശം ആക്രമിച്ചു. ഒരുവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ അക്രമി സംഘത്തെ കണ്ട് അവർ ജഡം ഏലീഷയുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. ഏലീഷയുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡം ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റ് നിന്നു. യഹോവാഹാസിൻ്റെ കാലം മുഴുവൻ സിറിയ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അബ്രഹാത്തിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടി അനുസരിച്ച് കർത്താവ് ഇസ്രായേലിനെ കരുണയോടെ കടാക്ഷിച്ചു. അവരെ നശിപ്പിച്ചില്ല. അവിടുത്തെ മുമ്പിൽ നിന്ന് അവരെ ഇന്നോളം തള്ളിക്കളഞ്ഞിട്ടുമില്ല. സിറിയ രാജാവായ ഹസായേൽ മരിച്ചപ്പോൾ പുത്രൻ ബെൻഹദാദ് രാജാവായി. തൻ്റെ പിതാവിൽ നിന്ന് ഹസായേലിൻ്റെ പുത്രനായ ബെൻഹദാദ് യുദ്ധത്തിൽ പിടിച്ചെടുത്ത നഗരങ്ങൾ യഹോവാഹാസിൻ്റെ മകൻ യഹോവാഷ് വീണ്ടെടുത്തു. യഹോവാഷ് 3 പ്രാവശ്യം ബെൻഹദാദിനെ തോൽപ്പിച്ച് ഇസ്രായേൽ നഗരങ്ങൾ വീണ്ടെടുത്തു. യൂദാ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസിയ തൻ്റെ 25-ാം വയസ്സിൽ ഭരണമേറ്റു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. രാജാധികാരം ഉറച്ചയുടനെ അവൻ തൻ്റെ പിതാവിനെ നിഗ്രഹിച്ച ഭൃത്യന്മാരെ വധിച്ചു. അവൻ 10,000 ഏദ്യോമിരെ കൊല്ലുകയും സേല പിടിച്ചടക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.